ഇപ്പോ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പൊ തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട്. ഇന്ന് സഭയിലെ സർക്കാർ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ധവളപത്രം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെന്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെന്റുകളും, ഞങ്ങളതായാലും UDF-ൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. അപ്പോൾ ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെന്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായിപ്പോയി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. സർ, ആ ഉപദേശം തേടുന്നവരെ പറ്റി ഞങ്ങൾക്കാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. വിദഗ്ധരുടെ ഉപദേശം പല കാര്യങ്ങളിലും തേടേണ്ടി വരും. ഗവൺമെന്റ് ഇനിയും തേടേണ്ടതായിട്ട് വരും. പക്ഷേ ധവളപത്രം തയ്യാറാക്കുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പായിരിക്കണമായിരുന്നു. അതിൻ്റെ വ്യതിയാനമാണ് വന്നിട്ടുള്ളത്. ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ഉള്ളടക്കം നോക്കി ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. സാർ, ഒരു നടപടി അങ്ങ് ഇതിന് എതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഏത് നടപടിക്രമമാണ്, ഏത് ആക്റ്റാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് പറയാലോ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്, അങ്ങ് ഇത് വായിച്ചു